ലൈവ് ന്യൂസ് ഇനി പോകുന്നത് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ മലയാളി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡൽഹി സർവകലാശാലയിലെ ആർട്സ് ആൻഡ് ഫാക്കൽറ്റിക്ക് മുന്നിൽ പ്രതിഷേധിക്കാനെത്തിയവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. സ്ഥലത്ത് വലിയ പോലീസ് വിന്യാസമുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഈ ക്യാമ്പസിനകത്തു കയറി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നുവല്ലോ. സ്മിത, അങ്ങനെ തന്നെയാണ്. ക്യാമ്പസിനകത്ത് കയറിയാണ് ഇപ്പോൾ പോലീസ് വിദ്യാർത്ഥികളെ അടക്കം കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസും അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവരെല്ലാം തന്നെ ഇപ്പോൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ക്യാമ്പസിനകത്താണ് വിദ്യാർത്ഥി സംഘടനകൾ, വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, ഐസ, SIO, MSF അടക്കമുള്ള വിവിധ സംഘടനകൾ പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ രംഗത്ത് വരികയും ഇന്ന് പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി തന്നെ ക്യാമ്പസിന് പുറത്ത് വലിയ സുരക്ഷാ പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം തുടങ്ങുന്നതിന് മുൻപ് ഏതാനും മിനിറ്റുകൾ മുമ്പ് തന്നെ പോലീസ് ക്യാമ്പസിനകത്ത് കയറുകയും അതിനുശേഷം ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് വിദ്യാർത്ഥികളെ വലിച്ചഴിച്ച് ഇപ്പോൾ ബസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി മലയാളി വിദ്യാർത്ഥികളടക്കം ഇതിനും തന്നെ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധത്തിന് തുടങ്ങുന്ന ഏതാനും മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളെ ഓരോരുത്തരായി ഇത്തരത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിൽ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ 2 ബസ്സുകൾ ഇതിനും തന്നെ പ്രതിഷേധക്കാരെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഗുണ്ടകളെ പോലെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുന്നിൽ പോലീസ് ഞങ്ങളെ ഫ്ലാഗുകളും കൊടിതോരണങ്ങളും വലിച്ചിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റികൾ ഗുണ്ടകളാണെന്ന് പോലെ അറിയില്ല. ഇപ്പോൾ ക്യാമ്പസിന്റെ പുറത്ത് MSF ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇതാണ് ക്യാമ്പസിന് പുറത്തേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. വലിയ പോലീസും ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനും തന്നെ 2 ബസ് വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഒരുപക്ഷെ 4 വർഷം മുൻപ് ഡൽഹിയിൽ എങ്ങനെയാണോ പ്രതിഷേധം രൂപപ്പെട്ടത് സമാനമായ നിലയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളാകുമ്പോൾ തന്നെ വിദ്യാർത്ഥികളെ അടക്കം ഓരോരുത്തരായി ഇപ്പോൾ പോലീസ് ഇപ്പോൾ ബസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു. ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് സ്മിത. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഐസ, അതോടൊപ്പം തന്നെ SIO, കൂടാതെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ MSF, ഐസ, BASF, അതോടൊപ്പം തന്നെ BSCEM, DSU അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്താണ് പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. ഈ പ്രതിഷേധം ചെറുക്കാൻ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സേന ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ആർട്സ് ആൻഡ് ഫാക്കൽറ്റിക്ക് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധം പോലീസ് തടയുന്ന ഘട്ടത്തിലായിരുന്നു MSF ഇവിടെ വന്ന് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ MSFിലെ വിദ്യാർത്ഥികളാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിന്റെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. മാത്രമല്ല ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ ഓരോരുത്തരായി ഇപ്പോഴും പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്മിത, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹി സർവകലാശാലയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധക്കാരിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. MSF ഉൾപ്പെടെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ക്യാമ്പസിനകത്തുണ്ട്. ഒരു വശത്ത് പോലീസ് വിദ്യാർത്ഥികളെ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നുമുണ്ട്. വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിതിൻ അംബുജൻ വീണ്ടും ചേരുന്നുണ്ട്. നിതിൻ, ഈ തുടക്കത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണോ ഇത് തുടങ്ങിയത്? ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ സിറ്റിസൺഷിപ്പിനെ ചോദ്യം ചെയ്യാൻ? ഇവിടെ ഈ സിറ്റിസൺഷിപ്പ് നമ്മൾ നേടിയെടുത്താണ്. മാപ്പിളമാരുടെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇൻഡിപെൻഡൻസ് ചെയ്ത് നേടിയെടുത്തതാണ്. വാട്ട് റൈറ്റ് ടു ദിസ് BJP ഗവൺമെന്റ് ഹാവ്? എന്തായാലും ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകും. എന്തായാലും പ്രതിഷേധിക്കും. ഡീറ്റെയിൻ ചെയ്തവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും പ്രതിഷേധിക്കുന്നതാണ്. ഈ CANRC ഇവിടെ പ്രാബല്യത്തിൽ വരാൻ ആരും സമ്മതിക്കില്ല. നമ്മൾ ഉൾപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും BJP പൊളിറ്റിക്കൽ പാർട്ടീസും സമ്മതിക്കുന്നില്ല. ഡീല വിദ്യാർത്ഥികളാണ്. ഇല്ല 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 അകത്തെ പ്രതിഷേധത്തിന് അനുവാദമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് MSF ഇപ്പോൾ പുറത്ത് പ്രതിഷേധിക്കുന്നത്. MSF വിദ്യാർത്ഥികളെ ഓരോരുത്തരായി പോലീസ് ഇപ്പോൾ
കസ്റ്റഡിയിലെടുക്കുകയാണ്. 2 ബസ്സുകളിലായി ഇപ്പോൾ വിദ്യാർത്ഥികളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഡൽഹിയിൽ ഉയരുകയാണ്. നമുക്കറിയാം 2019 സമാനമായ നിലയിൽ തന്നെ ക്യാമ്പസുകളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനൊത്ത ഒരു പ്രതിഷേധം ഇപ്പോൾ ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിൽ ഉയർന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിജ്ഞാപനത്തിന്റെ പകർപ്പും കത്തിച്ചിരുന്നു. പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നത്. എന്തായാലും ശക്തമായി മുന്നോട്ട് പോകും. ഇത് ഒരു ദിവസത്തിലൂടെ അടങ്ങുന്നതല്ല, ഇത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വെറും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു സമരമാണിത്. ഇതിന്റെ അവസാനം വരെ CAA ഇവിടുന്ന് നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും. വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രതികരിക്കുന്നത് ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ പതിനഞ്ചോളം വനിതാ പോലീസുകാരെ ഒരു കുട്ടിയെ മാത്രം വലിച്ചയച്ചുകൊണ്ട് ഡ്രസ്സൂര്, ഷോളൂര്, ചെരുപ്പ്, എന്റെ 2 ചെരുപ്പും പോയി, എന്റെ 2 ചെരുപ്പ് പാലിസ, എന്റെ 2 ചെരുപ്പും പോയി. അകത്തുനിന്ന് പോലീസുകാരെ, ക്യാമ്പസിനുള്ളിൽ പ്രവേശനമില്ലാത്ത പോലീസുകാരെ ക്യാമ്പസിനുള്ളിൽ കയറി ഒരു ഗേളിനെ 15ഓളം വനിതാ പോലീസുകാർ ചേർന്ന് വലിച്ചയച്ച്, പിടിച്ചല്ല വലിച്ചയച്ച്, നിലത്ത് കൂടി വലിച്ചയച്ചാണ് കൊണ്ടുവന്നത്. ഡൽഹി പോലീസ് മുർദാബാദ്, ഡൽഹി പോലീസ് മുർദാബാദ്. ഡൽഹി സർവകലാശാലയിൽ CAAക്കെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. വലിയ പ്രതിഷേധമാണ് ക്യാമ്പസിൽ ഇപ്പോഴുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.